ഗായ്സ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുട്ടിക്കാലം മുതലേ കാണാനോ പോകാനോ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് തെയ്യം. ഞാൻ കുട്ടിക്കാലം മുതലേ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് തെയ്യം. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ എൻ്റെ ആഗ്രഹം നടത്തി ഗൈസ്. കണ്ണൂരാണ് ഞാൻ തെയ്യം കാണാൻ വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്ത സ്ഥലം. അതിനൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. കണ്ണൂർ ജംഗ്ഷനിൽ തന്നെ നമുക്ക് ഷീ ലോഡ്ജ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഓൾറെഡി വേറെ സ്റ്റേ എടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ സ്റ്റേ തന്നെ ഓപ്റ്റ് ചെയ്തു. കണ്ണൂർ ചിറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ ചാമുണ്ടിക്കൊട്ടം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ തെയ്യം കാണാനാണ് ഞാൻ പോയത്. ഈ ക്ഷേത്രത്തിലൊരു പ്രത്യേകത ഉണ്ട്. കാരണം 12 വർഷത്തിലൊരിക്കൽ ഈ ക്ഷേത്രത്തിൽ 47 തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ഓരോ ദിവസം ഓരോ തെയ്യം എന്ന രീതിയിൽ 47 തെയ്യങ്ങൾ കെട്ടിയാടും. ഇതാണ് ചിറക്കൽ ചിറ. ഇവിടെ വെച്ചിട്ടാണ് ഈ അഗ്നി, അതായത് തീ കൊണ്ടുള്ള തെയ്യക്കോലങ്ങളെല്ലാം കെട്ടുന്നത്. ഈ ചിറയ്ക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ ചിറയിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഏസ്തറ്റിക് ലുക്കുള്ള ഒരു കുളവുമുണ്ട്. ഞാൻ പറഞ്ഞാൽ തെയ്യത്തിനെ കുറിച്ചോ തെയ്യക്കോലങ്ങളെക്കുറിച്ചോ യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് ഞാൻ പോയത്. പക്ഷെ അവിടുത്തെ ആളുകൾ നമുക്ക് ഓരോ കാര്യങ്ങളും നല്ല വിശദീകരിച്ച് പറഞ്ഞു തന്നു. ഈ കാണുന്നത് കലവറ നിറയ്ക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. ഇതിനെപ്പറ്റി അവിടെ ഉള്ള ഒരാൾ തന്നെ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. കലവറക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഒരു ഉത്സവം വരുമ്പം എല്ലാവരും അരി, സാധനങ്ങൾ, പച്ചക്കറികളെല്ലാം അതിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യും. അപ്പോൾ കലവറ നടക്കുന്നതിന് മുന്നോടിയായിട്ട് ചർക്കൽ കോവിലകത്തെ രാജാവാണ് അതിന് മുൻകൈ എടുത്ത് മുന്നോട്ടേക്ക് വരിക. കൂടെ കോമരും ഉണ്ടാവും. കോമരും വാളേന്തിയിട്ട് മുന്നോട്ട് വരും. എന്നിട്ട് വന്ന് ചാമുണ്ടിക്കോട്ടത്തിലേക്ക് കയറി 3 തവണ വലം വെച്ചതിന് ശേഷമാണ് ആ ഉത്സവത്തിന് ഒരു തുടക്കം കുറിക്കുക എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുക. ചാമുണ്ടിക്കോട്ടം ഇതാണ് ചാമുണ്ടിക്കോട്ടം. ഈ കാണുന്ന ഇതാണ് ചാമുണ്ടിക്കോട്ടം. ഒരു കുടുംബത്തിൻ്റെ അധീനതയിൽ വരുന്ന ഒരു കാവിന് ഇതിനെയാണ് കോട്ടം എന്ന് പറയുന്നത്. നീലിയാർകോട്ടം, ചാമുണ്ടിക്കോട്ടം എന്നുള്ള അതിനാണ് കോട്ടം എന്ന് പറയാം. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ വാളേന്ത്യ ആളാണ് കോമരം. അതിന് തൊട്ട് പുറകിലായിട്ട് വരുന്നതാണ് ഇപ്പോഴത്തെ ചിറക്കൽ കോവിലകത്തെ രാജാവ്. ഇതും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയാണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് ചിറക്കൽ കോവിലകത്തെ പെണ്ണുങ്ങളാണ് കൊണ്ടുവരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആണുങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നെങ്കിൽ ഇത് പെണ്ണുങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ അവിടെയൊക്കെ ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ ആദ്യം രസീത് കുറ്റിയാണ് അടിക്കുന്നത്. അതിന് ശേഷമേ ഉള്ളൂ വേറെ എന്തും. തെറ്റാണെന്നോ മോശമാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അതെന്നെ ഒരുപാട് ആകർഷിക്കുകയും ചെയ്തു. ഇതിലൂടെ ആ നാട്ടിലുള്ള എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് നടത്തുന്ന ഒരു ഉത്സവം പോലെ ഫീൽ ചെയ്യിച്ചു എനിക്ക്. അതുപോലെ തന്നെ ഈ സ്ഥലം ചിറക്കൽ ചാമുണ്ടിക്കൊറ്റം എന്ന് പറഞ്ഞ ഈ സ്ഥലം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ അതിന് ചുറ്റുമുണ്ട്. ഒരു വലിയ കുളം, അതിൻ്റെ അടുത്ത് വലിയൊരു 8 കെട്ട് പോലത്തെ ഒരു വീട്. സത്യം പറഞ്ഞാൽ പ്രകൃതി ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം പോലെ നമുക്ക് തോന്നും. എവിടെ നോക്കിയാലും ഒരു എസ്തെറ്റിക് ഫ്രെയിംസ് നമുക്ക് കിട്ടും. സിറ്റി ലൈഫിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയ്ക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സോൾ റിലീഫായൊരു ഫീലായിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. നമ്മൾ പറയില്ലേ മനസ്സിങ്ങനെ ഒഴുകി നടന്നു എന്ന്, ആ ഒരു ഫീലായിരുന്നു എനിക്ക്. ഒട്ടും അറിയാത്ത സ്ഥലം, ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ, പക്ഷെ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം ഞാൻ കാണുന്ന കാഴ്ചകൾ അത്ര മനോഹരമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എനിക്ക് തെയ്യത്തിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ടിവിയിലും റീൽസിലും കണ്ടിട്ടുള്ള അറിവ് വെച്ച് മാത്രം പോയ ഒരാളാണ്. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. തെയ്യത്തിന് മുമ്പ് ഒരുപാട് പ്രൊസീജിയറുണ്ട്. അതിൽ ആദ്യത്തേതാണ് തോറ്റം, അത് കഴിഞ്ഞ് വെള്ളാട്ടം, അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവസാനം വരുന്നതാണ് ഈ തെയ്യം. സാധാരണ തെയ്യം വരുന്നത് തോറ്റവും വെള്ളാട്ടവും ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് തെയ്യം കെട്ടിയാടുന്നത്. ഇതിനെപ്പറ്റിയൊന്നും അറിയാണ്ട് പോയോണ്ട് തന്നെ എനിക്ക് ആക്ച്വലി തോറ്റം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ ഒരു തെയ്യവുമാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഇതാണ് പൂങ്കുട്ടി ശാസ്തൻ തോറ്റം. തോറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, തെയ്യത്തിനെ പോലെ അത്രയും ചമയം അല്ലെങ്കിൽ ഒരുക്കം ഉണ്ടായിരിക്കില്ല. കുറച്ച് ഒരുക്കം മാത്രമേ കാണത്തുള്ളൂ. അതിനുശേഷം തോറ്റം പാട്ട് പോലത്തെ ഒരു ടൈപ്പ് പാട്ട് അവർ പാടും. അവരുടെ കയ്യിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻസും കാണും.
അത് വെച്ച് പാടുകയും അതിനുശേഷം ചുറ്റുമുള്ള എല്ലാവരും അനുഗ്രഹിക്കുകയും പ്രത്യേകിച്ച് ഈ ഉത്സവം നടത്താൻ സഹായിച്ച ആളുകളെ അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും. ഇന്നാണ് തോറ്റം കെട്ടുന്നെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും തെയ്യം കെട്ടുന്നത്. ഇത് അടുത്ത തോറ്റമാണ്. ഇത് വൈര്യജാതൻ തോറ്റം എന്നാണ് പറയുന്നത്. ഈ തോറ്റം കുറച്ചുകൂടെ ഒരു വൈബ്രൻ്റ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ളൊരു തോറ്റമാണ്. നമ്മൾ നേരത്തെ കണ്ടത് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് സൈഡ് തോറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ തോറ്റത്തിൻ്റെ തെയ്യം വന്നത് ഇന്ന് തന്നെയായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ നാട്ടിലെ വെളിച്ചപ്പാടുകളായിരുന്നു. വൈര്യജാതൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ആദ്യം തോറ്റമായിരുന്ന സമയത്ത് മുണ്ടായിരുന്നു ഉടുത്തിരുന്നത്. ഇപ്പോൾ പട്ടുടുത്താണ് വൈര്യജാതൻ തോറ്റം വന്നിട്ടുള്ളത്. ഇനി അടുത്ത് കാണാൻ പോകുന്നത് വൈര്യജാതൻ തെയ്യമാണ്. ഇതാണ് വൈര്യജാതൻ തെയ്യം. നമ്മൾ നേരത്തെ കണ്ട തോറ്റത്തിൻ്റെ തെയ്യക്കോലമാണിത്. വഴക്ക് പറയും പോലെയാണ് കാര്യങ്ങൾ പറയണമെങ്കിലും വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. ഈ ഒരു തോറ്റത്തിൻ്റെ പേരാണ് ഊർപ്പഴശ്ശിയും വേട്ടയ്ക്കൊരു മകനും. ഇതിൽ ആദ്യം നിൽക്കുന്നത് വേട്ടയ്ക്കൊരു മകനും അപ്പുറത്ത് നിൽക്കുന്നത് ഊർപ്പഴശ്ശിയുമാണ്. ഇത് നേരത്തെ കണ്ട തോറ്റത്തിൻ്റെ തെയ്യക്കോലങ്ങളാണ്. വേട്ടയ്ക്കൊരു മകനും ഊർപ്പഴശ്ശി. തെയ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ കൂടെ നിന്ന് അവരെ ഒരുക്കാനും വാദ്യോപകരണങ്ങളും ഒക്കെ ആയിട്ട് അവരെ സഹായിച്ച എല്ലാവരെയും തെയ്യക്കോലങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയും ഞാൻ കണ്ടായിരുന്നു. ടീം വർക്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നൊരു വലിയ തത്വം അവിടെ ഉയർത്തി കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തെയ്യം കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജനങ്ങൾക്ക് ബ്ലെസ്സിങ് കൊടുക്കുന്നതാണ് അടുത്ത ചടങ്ങ്. എന്ത് പ്രശ്നവും നമുക്ക് തെയ്യത്തിനോട് തുറന്ന് സംസാരിക്കാം. തെയ്യം അതിനെല്ലാം നമുക്ക് അനുഗ്രഹം തരും. ജനുവരി മുതൽ മെയ് ഫസ്റ്റ് വീക്ക് വരെയാണ് തെയ്യക്കാലം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂരക്കാലമാണ്. തെയ്യക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ തെയ്യങ്ങളെല്ലാം കാട്ടിലേക്ക് മടങ്ങും എന്നുള്ളതാണ് വിശ്വാസം. സത്യം പറയാലോ, തെയ്യം കണ്ടതിനേക്കാളും തെയ്യത്തിലുണ്ടായിരുന്ന ഒരുപാട് തത്വങ്ങളാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഒരു നാട്ടിലുള്ള എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള ഒരു വലിയ തത്വം തെയ്യം പാസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് തെയ്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പരസ്പരം തല്ലും പിടിയും ഒക്കെയാണ് നമുക്ക് ചുറ്റും. സത്യം പറഞ്ഞാൽ നമ്മളുടെ കൾച്ചർ മറക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ വർഷത്തെ തെയ്യക്കാലം എന്തായാലും തീർന്നു. അടുത്ത വർഷമെങ്കിലും എല്ലാവരും ഒരു തെയ്യമെങ്കിലും പോയി കാണണം എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റാണ്. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.